വെള്ളിനേഴിയിലെ കാവിൽ പടിഞ്ഞാറേ പൊതുവാട്ടിൽ പാപ്പി എന്ന പാർവതി പൊതുവാൾസ്യാരുടെയും തേലക്കാട്ട് മാധവൻ നമ്പൂതിരിയുടെയും പ്രഥമപുത്രനായി കൊല്ലവർഷം 1099 പൊതുവാൾ ഭൂജാതനായി. വാദ്യകലകളിൽ എന്റെ ആദ്യ ഗുരുനാഥനാണ് അമ്മാവൻ ഗോവിന്ദ പുതുവാൾ. 7ാമത്തെ വയസ്സിലാണ് എന്നെ ഇടയ്ക്കയിൽ പൂജക്കൊട്ട് അരങ്ങേറ്റം കഴിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം തന്നെ ആണ് എന്നെ തായമ്പക കേളി മുതലായവ പൊട്ടിച്ചത്. അദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞത്. അദ്ദേഹം ഒരു ചെണ്ടകൊട്ട് വിദഗ്ധനല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ ബാലവാടി എന്ന് പറയുന്ന പോലെ അന്ന് എഴുത്തുപള്ളിന്നോ എഴുത്തശങ്കളരിന്നോ പറയുന്ന ആ സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു അദ്ദേഹം. പക്ഷെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തായമ്പൊക്കെ പഠിച്ച് അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ 2-3 കൊല്ലം അദ്ദേഹം തന്നെ ഉത്സവപൂരാദികൾക്കൊക്കെ കൊണ്ടു നടക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ഞാൻ കലാമണ്ഡലത്തിൽ പോയത്. അപ്പൊ ആരൊക്കെ അമ്മാവുണ്ടായിരുന്ന കലാമണ്ഡലത്തില്? ഞാൻ വരുമ്പോ ഒന്ന് വേഷം പഠിക്കാൻ പിച്ചൂര് രാമൻകുട്ടിനായി, കറ്റശ്ശേരി രാമൻ, കൃഷ്ണൻ നായർ പഠിപ്പൊക്കെ നിർത്തിയിരിക്കുന്നു. ഒരു അസിസ്റ്റന്റ് അധ്യാപകനായിട്ട്. പിന്നെ നമ്മുടെ രാമൻകുട്ടി നായർ, കൃഷ്ണൻകുട്ടി വാര്യർ, ബാലകൃഷ്ണൻ, കൊടുങ്ങല്ലൂരുകാരനൊരു ഗംഗാധരൻ. അയാളിപ്പോ കൊല്ലത്ത് ക്യാൻസറാണ്. ചെണ്ടയ്ക്ക് ആരുമില്ല. ചെണ്ടയ്ക്കും മദ്ദളത്തിനും ആരുമില്ല. ആദ്യമായിട്ട് എന്നെ പൂട്ടിപ്പോളെയാണ്. അതിന് മുമ്പ് ഇട്ടില്ല. അന്ന് മൂത്തോനാകുമ്പോൾ പഠിപ്പിക്കണ്ടായിരുന്നു ഇവിടെ ആശാനായിട്ടുണ്ടായില്ല. പക്ഷെ ഇവിടുത്തെ പരിപാടികൾക്കൊക്കെ അദ്ദേഹത്തിനെ വിളിക്കും. എന്റെ ഈ 3 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ താമസിച്ചും കൊണ്ട് കഥകളിക്ക് അദ്ദേഹത്തിന്റെ കൂടെ വളരെയധികം നടക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അല്ല, ഈ കളിക്ക് നടക്കുമ്പോഴത്തെ ഉപദേശങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കും മാറ്റത്തിന് ആരാ വേണ്ടത് ചോദിക്കും. അപ്പൊ കൃഷ്ണൻകുട്ടി ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ അദ്ദേഹമുള്ള കളിക്കൊക്കെ ഞാൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ആ കളിക്ക് നടക്കുന്ന കൂട്ടത്തിൽ ഇന്നലെ അവർ അങ്ങനെ ചെയ്തത് ശരിയായില്ല, എങ്ങനെയാ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള. പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ മേളത്തിനോടാണ് അകത്ത് ഭ്രമം. ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചത് വെങ്കിച്ച സ്വാമിയാണ്. ഈ ചെണ്ടകൊട്ട് കണ്ണം ഏറ്റിച്ചുരുക്കാനും കയ്യും പോലെ വിഭാഗത അതൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. കഥകളി സങ്കേതങ്ങളൊക്കെ രാവണിമേനോന്റെ ഇതിലും. പക്ഷെ രംഗപരിചയം വെങ്കടകൃഷ്ണവാരും സോമനും കൂടിയാണ്. അപ്പൊ ഇവിടുത്തെ പഠിപ്പ് കഴിഞ്ഞ പിന്നെ എന്താ ഉണ്ടായേ? ഇവിടുത്തെ കോഴ്സ് മുഴുമിക്കാൻ പറ്റിയില്ല. ഇവിടെ മിലിറ്ററി ക്യാമ്പായിരുന്നു, യുദ്ധകാലം. അപ്പൊ കലാമണ്ഡലം പൂട്ടിയിട്ടു. അത് പൂട്ടിയിട്ടാണ് ഇവിടെ മിലിറ്ററിക്കാരുടെ കലാമണ്ഡലമായി. പിന്നെ ഒരു 3-4 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. പഴയ അന്തരീക്ഷമല്ല. ഗവൺമെന്റ് നിയമപ്രകാരമുള്ള ക്ലാസുകളായി, ചിട്ടകളായി, ഹാജര് വയ്ക്കല് മുമ്പൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ശീലമില്ലാത്തതുകൊണ്ട്, എനിക്ക് പ്രത്യേകിച്ചും ഇല്ലാത്തതുകൊണ്ട്, ഈ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള അസുഖകരമായ ചില നിസ്സാര കാരണങ്ങളെ കൊണ്ട് എനിക്ക് കൂടെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിളിക്കും, പിന്നെയും പോവും.
അങ്ങനെ ഇപ്പോൾ അവസാനം 74-ലാണ് 25-ലോ രണ്ടാമത് അല്ലെങ്കിൽ ഒരു 10-മതോ എന്നൊക്കെയാണ് വന്നത്. പിന്നെ ഷഷ്ടിപൂർത്തി എഴുതുന്നവരെ സ്ഥിരമായിട്ട്. അപ്പോ ജീവിതകാലത്തിൽ അധികവും ഇവിടെ കൊണ്ടാണ് കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്.